11-12 ക്ലാസ്സുകളിൽ ഗവർണർക്കുള്ള അധികാരങ്ങളും കടമകളും കുറിച്ചുള്ള പാഠഭാഗങ്ങളും ഉണ്ടാകും. സെക്കൻഡ് എഡിഷൻ ഈ വർഷം തന്നെ ഇറങ്ങുന്ന 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലും ഗവർണറുടെ അധികാരങ്ങളെ സംബന്ധിച്ചും ഭരണഘടനയെ സംബന്ധിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അക്കാദമിക മോണിറ്ററിംഗ് ശക്തമാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉന്നതതല യോഗം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന് തീരുമാനിച്ചു. 8ാം ക്ലാസ്സിൽ വർഷാന്ത പരീക്ഷയിൽ വിഷയാടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് 30% മാർക്ക് നേടണമെന്നും അങ്ങനെ നേടാത്ത കുട്ടികൾക്ക് അവധിക്കാലത്ത് അധിക പഠന പിന്തുണ നൽകി അടുത്ത ക്ലാസ്സിലെത്തി കയറ്റം നൽകുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. വലിയ തോതിൽ സാമൂഹ്യ ശ്രദ്ധ ഇതിന് ലഭിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പഠന പിന്തുണയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. അതോടൊപ്പം ഓരോ ക്ലാസ്സിലും നേടേണ്ട പഠന ലക്ഷ്യങ്ങൾ അതാത് ക്ലാസ്സിൽ വെച്ച് നേടേണ്ടതിൻ്റെ പ്രാധാന്യവും തിരിച്ചറിഞ്ഞു. ഇത് വർഷാന്ത്യ പരീക്ഷയ്ക്ക് ശേഷം മാത്രം നടത്തേണ്ട ഒരു പ്രവർത്തനമല്ല എന്ന കാര്യം സ്കൂൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി പറയുന്ന തീരുമാനങ്ങൾ ഉന്നതതല യോഗത്തിൽ ഉണ്ടായി. 5 മുതൽ 9 വരെ ക്ലാസ്സുകളിൽ എഴുത്ത് പരീക്ഷകൾക്ക് വിഷയാടിസ്ഥാനത്തിൽ 30% മാർക്ക് നിർബന്ധമാക്കും. ഇത് കുട്ടികളുടെ മികവിനെ 30%ലേക്ക് പരിമിതപ്പെടുത്തുവാനോ അരിച്ചു കളയാനോ അല്ല, മറിച്ച് എല്ലാ കുട്ടികളും പാഠ്യപദ്ധതി മുന്നോട്ട് വെച്ച അഭികാമ്യമായ തലത്തിലേക്ക് ഉയർത്തുന്നതിനാണ്. 2. ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ പഠന നില നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായോ ടേം മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗമായോ മനസ്സിലാക്കി അതാത് ഘട്ടത്തിൽ തന്നെ ജനപിന്തുണ നൽകുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ കഴിയണം. പഠനനില ടീച്ചറോടൊപ്പം കുട്ടിയും രക്ഷിതാവും അറിയുന്ന അവസ്ഥ ഉണ്ടാവണം. ഇതെല്ലാം നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സഹായിക്കും വിധം വിദ്യാഭ്യാസ വകുപ്പ് തല മോണിറ്ററിംഗ് ശക്തിപ്പെടുത്തണം. സംസ്ഥാന തലത്തിലെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ മോണിറ്ററിംഗ് ഫലപ്രദമാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള സ്കൂൾ സന്ദർശനങ്ങൾ ഉണ്ടാകും. ഇക്കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിനായി തീരുമാനിച്ചു. വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ, DEO, AEOമാർ, ഡയറ്റ് പ്രിൻസിപ്പൽമാർ, വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർമാർ, സമഗ്രശിക്ഷ കേരളം ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർമാർ എന്നിവർ സംസ്ഥാനതല പരിശീലനത്തിൽ പങ്കാളികളാകും. 4. ഈ ഓറിയന്റേഷൻ്റെ തുടർച്ചയായി അതാത് വിദ്യാഭ്യാസ ഓഫീസർമാർ അവരുടെ പരിധിയിലെ സ്കൂൾ പ്രഥമാധ്യാപകർക്ക് പരിശീലനം നൽകും. ജൂലൈ മാസം 15-നകം കേരളത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലും പ്രഥമാധ്യാപകരുടെ പരിശീലനം പൂർത്തീകരിക്കും. സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ സ്കൂൾ തല പ്രവർത്തനങ്ങൾ കുട്ടികളുടെ പഠന നില അതാത് സമയങ്ങൾ കണ്ടെത്തൽ, കുട്ടികൾക്ക് പഠന പിന്തുണ നൽകൽ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി മുഴുവൻ അധ്യാപകരെയും പങ്കെടുപ്പിച്ച് ക്ലസ്റ്റർ പരിശീലനം ജൂലൈ മാസം 19-ന് നടത്തുവാനും തീരുമാനിച്ചു. സമഗ്ര ഗുണമേന്മ പദ്ധതി വിഭാവന ചെയ്ത ലക്ഷ്യങ്ങൾ നേടുന്നതിനായി വിദ്യാഭ്യാസ സംവിധാനങ്ങളെയാകെ സജ്ജമാക്കുന്ന തുടർ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുവാനും യോഗം തീരുമാനിച്ചു. സവിശേഷ വിദ്യാലയങ്ങൾക്ക് പരിഷ്കരിച്ച പാഠപുസ്തകം. സംസ്ഥാനത്തെ എല്ലാ മേഖലയിലുമുള്ള കുട്ടികളെ ചേർത്ത് നിർത്തുക എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. ഭിന്നശേഷി മേഖലയും അതിഥി തൊഴിലാളികളുടെ കുട്ടികളെയും ചേർത്ത് നിർത്തുന്നതിന് സമഗ്രമായ പദ്ധതികളാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ വർഷം സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി സവിശേഷ ബധിര വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായി പ്രത്യേക പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കുട്ടികളുടെ സവിശേഷമായ കഴിവുകൾ പരിഗണിച്ചാണ് SCRTയുടെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രകാശനവും വിതരണവും ജൂൺ മാസം 30-ാം തീയതി തിരുവനന്തപുരം ജഗതി ബധിര വിദ്യാലയത്തിൽ വെച്ച് നടക്കും. പുതിയ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി 32 സവിശേഷ വിദ്യാലയങ്ങളിലെയും അധ്യാപകർക്കുള്ള പരിശീലനവും ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു. ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി മേഖലയുടെ പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിക്കും. 1 മുതൽ 10 വരെയുള്ള പരിഷ്കരിച്ച് കഴിഞ്ഞു. ഏതാണ്ട് 3,80,00,000 പുസ്തകം പ്രിൻ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. നിലവിൽ 2015-ൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളാണ് വിദ്യാലയങ്ങളിൽ ഉപയോഗിച്ചു വരുന്നത്. വളരെ ഡിഫറൻസാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷ കാലയളവിനുള്ളിൽ വലിയ മാറ്റങ്ങളാണ് ലോകത്താകമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ മാറ്റങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടും ഭാവിയിലെ വെല്ലുവിളികൾ പരിഗണിച്ചുകൊണ്ടും പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുക, 1 മുതൽ 10 വരെ ക്ലാസ്സിലെ പാഠപുസ്തക പരിഷ്കരണത്തിന് തുടർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വരുത്തിയ മാറ്റങ്ങളും ഈ പരിഷ്കരണത്തിൽ ഗൗരവമായി പരിഗണിക്കും. 11-12 ക്ലാസ്സുകളിൽ ഗവർണർക്കുള്ള അധികാരങ്ങളും കടമകളും കുറിച്ചുള്ള പാഠഭാഗങ്ങളും ഉണ്ടാകും. സെക്കൻഡ് എഡിഷൻ ഈ വർഷം തന്നെ ഇറങ്ങുന്ന 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലും ഗവർണറുടെ അധികാരങ്ങളെ സംബന്ധിച്ചും ഭരണഘടനയെ സംബന്ധിച്ചുമൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ SCERTയുടെ 80 ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഈ അധ്യയന വർഷം പൂർത്തീകരിച്ച് അടുത്ത വർഷം കുട്ടികളുടെ കൈകളിൽ പുതിയ പുസ്തകങ്ങൾ എത്തിച്ചേരും.